ഇത്രയും കാലമായിട്ട് ഒരു സാധനമാണ് റെഡിയാണ് ചിലത്. എത്ര വീഡിയോ ആണ് പെൻഡിങ് നടക്കുന്നത്. മാനേജറെ കണ്ടണ് ഇങ്ങോട്ട് പോര്. ഈ ചങ്ങായി സമ്മതിക്കൂല. ബോസ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ടായിരുന്നു ഒറ്റയ്ക്ക് പോയതല്ലേ നീ. ഇന്ന് എത്ര വീഡിയോ ചെയ്തു മാനേജർ സാർ? ഓ വെൽ ഡൺ മൈ ബൈ. പിന്നെ ഇന്ന് എത്ര റിജക്റ്റ് ആയി? റിജക്റ്റ് ആയല്ലോ. എന്നിട്ട് എവിഡിറ്റവറാ വീടേ ഒരു കാര്യത്തിൽ നമ്മള് വീട്ടിലെത്തിയില്ലേ, അപ്പൊ നമ്മള് കുറച്ച് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ഓഫീസിലെ നാളെ. അപ്പൊ ഓഫീസിലുള്ളത് ഓഫീസ്, വീട്ടിലുള്ള വീട്ടില. എന്നാ നാളെ ഓഫീസിൽ അപ്പ കാണിക്കല. അല്ല നമുക്ക് ഇപ്പൊ തന്നെ അണക്കൊക്കെ എന്തൊരു സുഖാബ്രാറേ. ജാജിക്കുന്ന എത്രങ്ങാനും വീഡിയോ തരും, അതിൽ 2 റിജക്റ്റും ആയി. ആകെ പ്രാന്താവുണ്ട്. നിനക്കൊക്കെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കി തന്നാ മതി. അത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യണം, പ്രോപ്പറായിട്ട് ടാർഗറ്റ് ചെയ്യണം, എന്നിട്ട് ലീഡ്സ് കൊടുത്ത് കൊടുക്കണം. ഈ ക്ലയൻസിനൊക്കെ തന്തക്കുള്ളിൽ ഞാൻ കേൾക്കണം. ശരിയാ, ഒക്കെ ഒരു പട്ടിപ്പണിയാ. അമ്മരെ ഉണ്ട്. ആ എന്താണ് തുടങ്ങിയിട്ടില്ല തോന്നുന്നുണ്ടോ? ബോസ് ഇരിക്കടാ, സെറ്റാക്കല്ലേ? എടാ മോനെ സജയ്, നമ്മളെ വീഡിയോ ഇപ്പോൾ എടുത്താൽ ഭയങ്കര റിജക്ഷൻ വരുന്നു. ഈ കംപ്ലൈന്റ് കേട്ട് മടുത്ത് കണ്ടപ്പോൾ കേസ്. സീരിയസ് ആയിട്ട് പറയല, ആ ചെങ്ങായിക്ക് എങ്ങനെ അയച്ചെടുത്താലും പറ്റില്ല. കുറച്ചുകൂടി തിരിച്ചിട്ട് അയച്ചു കൊടുക്കുമ്പോൾ പറയും അത് ഒന്നുകൂടി ഇങ്ങോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് വേണ്ട മറ്റേ ടെക്സ്റ്റ് മതി. ഇങ്ങനെ ഒരുമാതിരി എട്ടങ്ങേറാണ്. എന്നാ എങ്ങനെയെങ്കിലും എടുത്ത് കൊടുക്കരുത്. കൊടുക്കട്ടെ മാനേജർ, പൈസ വാങ്ങേണ്ടത്. കൊടുക്കാം. ഇന്നിപ്പോ രാത്രി എന്താ കഴിക്കാനുള്ളത്? രാത്രി ഒന്നുമില്ല, ചിക്കൻ കൊണ്ടുവരാം, ഞാൻ ഉണ്ടാക്കാം. ചിക്കൻ പൊളിക്കും. രക്ഷയില്ല. അതിലാണ് ചിക്കൻ കറി റിജക്റ്റ് അല്ല.